ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു 3 മലയാളത്തിലെ സെന്റൻസുകൾ തന്നിരിക്കുകയാണ്. അത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്നതാണ്. അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടി നമുക്ക് ഇതിലൂടെ പഠിക്കാം. വരും. നീ എന്തു പറഞ്ഞു എന്നാണ്. നീ എന്നതിന് നമുക്കറിയാവുന്നത് യു എന്നാണ് നമ്മൾ പറയുന്നത്. എന്ത് എന്നത് വാട്ട് എന്നാണ്. പറയുക എന്ന് പറഞ്ഞാൽ സേ എന്നാണ്. അപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യണം? എന്തു പറഞ്ഞു കഴിഞ്ഞ കാലമാണ്, അതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ പറയണം. നോക്കൂ, എങ്ങനെയാ നോക്കാം. വാട്ട്. അപ്പോൾ പറഞ്ഞു എന്നതിനെ സെഡ് എന്നാണ്. പക്ഷെ നമ്മൾ ചോദ്യരൂപം എഴുതുമ്പോൾ അങ്ങനെ എഴുതില്ല, അതിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് എന്ന ഓക്സിലറി വാട്ട് ഡിഡ്, ഇനി സബ്ജക്ട് യു, സേ. ഡിഡ് പ്ലസ് സേ ആണ് സെഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സെഡിനെ സ്പ്ലിറ്റ് ചെയ്തു, ഡിഡ് സേ എന്നായി. വാട്ട് ഡിഡ് യു സേ. ഇതാണ് നീ എന്തു പറഞ്ഞു എന്നത് മനസ്സിൽ തോന്നി ഇംഗ്ലീഷ് നമുക്കൊരാളിനോട് സംസാരിക്കണം. ഇങ്ങനെ ചോദിക്കുക. നീ എന്ത് ചെയ്യും എന്നാണ്. എന്ത് ചെയ്യും, ചെയ്തില്ല, ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, വരുന്ന കാലത്താണ്. അപ്പോൾ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ ടെൻസ് നമുക്ക് എഴുതുമ്പോ വിൽ എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിക്കണം. അപ്പോ വാട്ട് വിൽ യു ഡു, ഇതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. വാട്ട് വിൽ യു ഡു എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. വാട്ട് വിൽ യു ഡു, നീ എന്ത് ചെയ്യും എന്നാണ്. ഇനി എന്താ ഒരു സെൻസ്? അവൻ എവിടെയാണ്. അവൻ എന്നത് എന്താ? ഹി എന്നാണ്. എവിടെ എന്നത് എന്താ? വെയർ. അപ്പോൾ ഇനി അടുത്ത ഒരു ഓക്സിലറി വെർബ് കൂടി. വെയർ ഈസ് ഹി എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. വെയർ ഈസ് ഹി. വെയർ ഈസ് ഹി. അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ഇതാണ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സെന്റൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ചാനൽ കാണുകയും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇംഗ്ലീഷ് വിത്ത് SK എന്ന ചാനൽ ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ലൈക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.